250 2016 27 ലക്ഷം രൂപ കൂടെ വിറ്റു 12 ലക്ഷം രൂപ ഡൽഹിയിൽ വണ്ടി. നമ്മൾ നിലവിൽ എടുക്കുന്നത് കേരള വണ്ടികൾ മാത്രമായത് കാരണം നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നല്ല സോഴ്സിംഗ് നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. എല്ലാ ചെക്ക് പോയിന്റ് നോക്കി നമ്മൾ വണ്ടി എടുക്കുന്നത് അതിലുപരിയായിട്ട് ആര് ഉപയോഗിച്ചെന്ന് വരെ നമുക്ക് ഒരു കസ്റ്റമർ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കാരണം നമ്മളെ കസ്റ്റമർ അധികം നമ്മൾ വിശ്വസിച്ച് വരുന്നതായതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതർ സ്റ്റേറ്റ് വരുന്ന വണ്ടികളെല്ലാം ഭൂരിപക്ഷം വരുന്നത് ഡൽഹി, ഛത്തീസ്ഗഡ്, ഹരിയാന ആ ഭാഗത്താണ് വരുന്നത്. അപ്പൊ അത്രയും നെറ്റ്വർക്ക് നമുക്ക് ഒന്നാമതായിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ റിസ്ക് ഫാക്ടർ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതർ സ്റ്റേറ്റ് വണ്ടി വിൽക്കുന്നതാണ് ഒരു കേരള വണ്ടി വിൽക്കുന്നതിനെക്കാട്ടി ബെനിഫിറ്റ്. കാരണം അതർ സ്റ്റേറ്റ് വണ്ടി ഒരു വണ്ടി വിൽക്കുന്ന ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ കേരള വണ്ടിയിൽ മിനിമം 3-4 വണ്ടി വിൽക്കേണ്ടി വരും. പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ എയിമെങ്കിൽ നമ്മൾ അതായിരുന്നു ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമറാണ് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ നമ്മൾ കേരള വണ്ടികൾ മാത്രം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതർ സ്റ്റേറ്റ് വണ്ടികളോട് നമുക്ക് യാതൊരു എതിർപ്പുണ്ടായിട്ടില്ല. ഒരു കസ്റ്റമർക്ക് ഒരു കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സംതൃപ്തരാവും, നമുക്കും അതായത് ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. കസ്റ്റമേഴ്സ് ഭൂരിഭാഗവും അറിഞ്ഞ് നമ്മളെ തേടി വരുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാതിരിക്കുന്നത്.